ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം ഒരു റെസിപ്പിയിലേക്ക്. വെൽക്കം ടു ജിവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു സൂപ്പർ റെസിപ്പി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ത്രിവർണ്ണ പതാകയുടെ കളറിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന്. യെസ്, സാലഡാണ്. സ്പെഷ്യൽ സാലഡാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാലഡല്ല, സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ ആ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള സാലഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് ആണ് ഇതൊക്കെ. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ച പപ്പായാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു പകുതി പോർഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ്, ഒരു ചെറിയ നാരങ്ങ, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ സാലഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയായി കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. നിലക്കടലയാണ്. നിലക്കടല വറുത്തത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി അല്ലെങ്കിൽ 2 പിടി നമുക്ക് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ് നിലക്കടല വറുത്തത്. നമുക്ക് ക്രഷ് ചെയ്താണ് ഇതിനകത്ത് ഇടേണ്ടത്. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ പച്ച പപ്പായയും ചെറുതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ സവോള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഈ നിലക്കടല നല്ലതുപോലെ ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ച മുളകിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പച്ച പപ്പായയാണ്, അത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പച്ചപ്പപ്പായൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അത് മാത്രമല്ല നല്ല ഹെൽത്തിയാണ് പച്ചപ്പപ്പായ കഴിക്കുന്നത്. പിന്നെ നാരങ്ങ ഞാൻ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, അത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ സവോള ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിലക്കടല നല്ലതുപോലെ ഇടിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. ഇനി വേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 എണ്ണം കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച്. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതിനി നമുക്ക് ഫ്ലാഗിൻ്റെ ഷേപ്പിലൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ സാഫ്രൻ കളറിൻ്റെ സ്ഥലത്ത് നമുക്ക് ക്യാരറ്റ് വയ്ക്കാം. അപ്പോൾ കറക്റ്റ് കളറായിരിക്കും. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പിൽ നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ, ഈ ക്യാരറ്റിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് തക്കാളി വെച്ച് അലങ്കരിക്കാം. കാരണം ഇതെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ല. എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമുക്ക് ഫ്ലാഗിൻ്റെ പോലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ അല്ലേ. അപ്പോൾ എല്ലാം നമുക്ക് ഫ്ലാഗിൻ്റെ ഷേപ്പിൽ അലങ്കരിച്ച് വയ്ക്കാം. അപ്പോൾ സാഫ്രൺ കളറിൻ്റെ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം, ഞാനിപ്പോൾ അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വെച്ചത്. ബാക്കി അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളറായിട്ട് നമുക്ക് വൈറ്റിൻ്റെ കളറിലേക്ക് നമുക്ക് പച്ച പപ്പായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഫ്ലാഗിൻ്റെ ഷേപ്പിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ കറക്റ്റായിട്ട് വയ്ക്കാം. അതിനൊപ്പം തന്നെ ഇതിൻ്റെ നമുക്കൊരു ഔട്ട്ലൈൻ പോലെയുള്ള പോർഷൻ നമുക്ക് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ വൈറ്റിന് ഒരു ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ വൈറ്റ് പോർഷനും ആയി കഴിഞ്ഞു. അതിന് നമുക്കൊരു ഔട്ട്ലൈനായിട്ട് നമ്മൾ സവോളയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ വേണം. ഗ്രീനിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയാണ്. അപ്പോൾ പച്ചമുളക് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്ലാഗിൻ്റെ ഷേപ്പിൽ നമുക്ക് അലങ്കരിച്ച് കൊടുക്കാം. ഇതധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളറും റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ കറിവേപ്പില കൂടി അലങ്കരിച്ച് വെക്കുന്നുണ്ട്. കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഗ്രീനിഷ് ഷെയ്ഡിന് വേണ്ടിയാണ് അത് വെച്ചത്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഈ സാലഡ് തയ്യാറാക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് മുറിച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് അശോക ചക്രത്തിൻ്റെ ആ റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവോള റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാലുകളും നമുക്ക് ഇതുപോലെ തന്നെ സവോള അരിഞ്ഞത് വെച്ചിട്ട് നല്ലതുപോലെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് റെഡിയാക്കാം.
അശോക ചക്രത്തിൻ്റെ ആ ആരക്കാലുകളും നമുക്ക് ഇതുപോലെ തന്നെ സവോള ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതും ആ ആരക്കാലുകളുടെ അതേ ഷേപ്പിൽ വെക്കാം. എത്ര ഭംഗിയായില്ലെങ്കിലും നമ്മുടെ അശോക ചക്രവും ഞാൻ ഏകദേശം ഒരു ചക്രത്തിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ ഷേപ്പ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ ക്രഷ് ചെയ്ത നിലക്കടല നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നാരങ്ങ നീര് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് പിഴിഞ്ഞൊഴിക്കാം. ഞാൻ ഇവിടെ ഒരു അര നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ച് വിതറി ചേർക്കാം. നമ്മുടെ ആവശ്യത്തിന് മതി കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2-3 നുള്ളു പഞ്ചസാര ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ നല്ല സ്റ്റൈലായിട്ട് ഒന്ന് അലങ്കരിച്ച് വയ്ക്കാം. ഇനി ഇങ്ങനെ നമ്മൾ അലങ്കരിച്ച് വെച്ചത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഇത് എല്ലാം കൂടെ ഒരു നല്ലൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കുക. അതുപോലെ പഞ്ചസാരയും നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഹെൽത്തി സാലഡ് റെഡി ആയി കഴിഞ്ഞു. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു നല്ല റെസിപ്പിയാണെന്ന് നമ്മുടെ ബിരിയാണിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ സാലഡ് 3 കളറിലായിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ ബൈ പറ.